ഇത് ട്രാക്കാല് എടുത്ത് മാറ്റാൻ പറടാ. ഒളിച്ചേർത്തെ ട്രാക്ക് മാറ്റി. മിർച്ചി 104-ൽ ഹൃഷിയാണ് കൂടെയുള്ളത്. ഗുഡ് ഈവനിങ്. ഇന്ന് മിർച്ചി ഹോട്ട് സീറ്റിന് ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡായിട്ടാണ് ഞാനുള്ളത്. സോ ഇന്ന് മിർച്ചി ഹോട്ട് സീറ്റിൽ എന്റെ കൂടെ ട്രൂ ലവില് ഉറച്ചു വിശ്വസിക്കുന്ന, ലവ് ലെറ്റർ കൊടുത്തിട്ട് പേടിച്ച് തിരിഞ്ഞോടണ, യേശു നമുക്കറിയാവുന്ന ആളല്ലേ ചേട്ടാ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്ന, ഊളയൊക്കെ പ്രേമിച്ചിട്ടുള്ള ദ ഫേമസ് സ്ക്രീൻ റൈറ്റർ ബെന്നി പി നായരമ്പലം സാറിന്റെ ദ ഡാർലിംഗ് ഡോട്ടർ, കുമ്പളങ്ങി നൈറ്റ്സിലെ ദി ഡാർലിംഗ് ബേബി മോൾ അന്നയാണ് കൂടെയുള്ളത്. ഹായ് അന്ന. ഹായ്. എങ്ങനെയുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ? അടിപൊളി. എവിടെ കൂടി? ഇതൊക്കെ ബേബി മോളുടെ കഥാപാത്രത്തിന്റെ പ്രത്യേകതകളല്ലേ? ഓൾറൈറ്റ്. സോ ഇത് അന്നയുടെ ഫസ്റ്റ് എവർ റേഡിയോ ഇന്റർവ്യൂ ആണ്. ഐ ഫീൽ വെരി പ്രിവിലേജ്ഡ് റൈറ്റ് നൗ ബിക്കോസ് എല്ലാ മലയാളികൾക്കും, കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടുള്ള എല്ലാ മലയാളികൾക്കും അന്നയും അറിയാം, ബേബി മോളെ അറിയാം. അപ്പൊ ആദ്യത്തെ റേഡിയോ ഇന്റർവ്യൂ ഞാൻ എടുക്കും എന്നുള്ള ആ ഒരു പ്രിവിലേജിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. റേഡിയോ മിർച്ചിയിൽ വരാനായിട്ട്. ഓക്കെ. ഇപ്പൊ ഈ ഡീറ്റെയിൽ ഇൻട്രോ കേട്ടപ്പോഴേ ബേബിയുടെ ക്യാരക്ടർ എന്റെ മനസ്സിലുണ്ടെന്ന് മനസ്സിലായി. ലൈക് ബേബി പറയാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് എന്റെ മനസ്സിലുണ്ട്. പലരുടെയും തലയിൽ ഇപ്പൊ പലരുടെയും മനസ്സിൽ ഇപ്പൊ ബേബി മോളുള്ള ക്യാരക്ടർ ഉണ്ട് കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടുള്ളവരുടെ. അപ്പോ ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ബി യുനോ ഗോയിങ് ത്രൂ ദിസ്? ഒരു ഫസ്റ്റ് സിനിമ എല്ലാവർക്കും അറിയാം, ഇത് അന്ന ചെയ്ത ക്യാരക്ടർ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എവ്രി വൺ ഇസ് പ്രൈസിങ് യു. ഓവർവെൽമിംഗ് ആണോ? ഒരുപാട് ഓവർവെൽമിംഗ് ആണ് ആക്ച്വലി. ഞാൻ ഇത്രയും റെസ്പോൺസ് ബേബി മോൾക്ക് മാത്രമായിട്ട് പ്രതീക്ഷിച്ചില്ല ഞാൻ. കാരണം വെച്ചാൽ ഇപ്പോൾ ഇതിൽ ഫാദുക്ക, സൗബിക്ക, ഷെയ്ൻ, ബാസി എല്ലാവരും ഉണ്ട്, ബാസിക്ക എല്ലാവരും ഉണ്ട്. നമ്മളുടെ ക്യാരക്ടർ ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇത്രയും നല്ല ഫീഡ്ബാക്ക് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴും അതിങ്ങനെ ലിവ് ചെയ്ത് അതൊന്ന് സത്യമാണോ കള്ളമാണോ എന്നുള്ള ഒരു ഇതിൽ വന്നേ ഉള്ളൂ അല്ലേ? ഓൾറൈറ്റ്. എനിക്ക് കാണുന്നുണ്ട് അത് മുഖത്ത്, യു ആർ റിയലി ഓവർവെൽംഡ് എന്നുള്ളത്. Okay, interestingly, your Insta bio says a bit of madness is key, and then you have a ulta smiley. Apo I just want to know, എന്തോരം madness അന്നയിലുണ്ട്, ആ മാഡ്നസിന്റെ എന്തോരം ബേബി മോളിലുണ്ട്, എത്രയൊക്കെ മാഡ്നസ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഈ സിനിമ കാണുമ്പോ? ആക്ച്വലി എന്റെ മാഡ്നസ് മൊത്തത്തിലൊന്നും സിനിമയിലില്ല. ഞാൻ നല്ല ഭ്രാന്താണ് എനിക്ക്. ബേബി മോൾ കൊറേയൊക്കെ അങ്ങനെയാണ്. ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ മാഡ്നസ് രണ്ടുപേർക്കും ഉണ്ട്. പിന്നെ എന്റേതായ മാഡ്നസ് അത്രയും അങ്ങനെ സ്ക്രീനിലില്ല. What makes you think that you're really mad? I don't know. I think it depends on people how they see it, I guess. പക്ഷെ എന്താ പറയാ, നമ്മള് ഇത്തിരി വട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടെ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. ഹായ്, ഞാൻ അന്നബെൻ. മിർച്ചി 104-ൽ ഋഷിയോടൊപ്പം. ഒരു ചോദ്യം, ബേബി മോളില് ഉള്ള ഒരു കാര്യം അത് അന്നയിൽ ഇല്ലാത്തൊരു കാര്യം, അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? ദാറ്റ് സംതിങ് ദാറ്റ് ഇസ് ദേർ ഇൻ ബേബി മോൾ ബട്ട് ദെൻ നോട്ട് ഇൻ യു. ടോട്ടലി അബൌട്ട് ബേബി എന്ന് പറയുന്നത് വാട്ട് ഇസ് ഡിസ്സിമിലർ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഡിസ്സിമിലർ? ഓ, നെവർ തോട്ട് ഓഫ് ദാറ്റ് ആക്ച്വലി. ഷമ്മി ഇല്ല എന്തായാലും. ഷമ്മി ആരുടെയും ജീവിതത്തിൽ ഉണ്ടാവല്ലേ ആക്ച്വലി. പക്ഷെ അങ്ങനെ പറയാൻ ഇത്രയും കൂടി ക്ലാരിറ്റി ഓഫ് തോട്ട് ബേബിക്ക് ഉണ്ടെന്ന് തോന്നുന്നു എന്നെക്കാളും. കുറച്ചും കൂടെ സ്വന്തം കാര്യങ്ങൾ ഇത്രയും കൂടി ക്ലിയർ ആണ് ആൾക്ക്. എനിക്ക് അത്രയും ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങോട്ട് വന്ന കൊള്ളാം. ആൻഡ് ബേബി മോൾ ലവിനെ പെർസീവ് ചെയ്യുന്ന മാതിരി അന്ന പെർസീവ് ചെയ്യോ പ്രോബബ്ലി? ആ ബേബി മോളുടെ തോട്ട് അബൌട്ട് ലവ് ആൻഡ് അന്നാസ് തോട്ട് അബൌട്ട് ലവ് സെയിം ആണോ? ഉറപ്പായിട്ടും. ട്രൂ ലവ് ഔട്ട് ഓഫ് ഫാഷൻ അല്ലെന്ന് എനിക്കും തോന്നുന്നുണ്ട്. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. മിർച്ചി 104-ൽ മിർച്ചി ഹോട്ട് സീറ്റിൽ വി ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് ബേബി മോൾ ഫ്രം കുമ്പളങ്ങി നൈറ്റ്സ്. അന്ന ബെൻ ആണ് ഇന്ന് നമ്മളുടെ മിർച്ചി ഹോട്ട് സീറ്റിലുള്ളത്. പ്രശസ്ത സ്ക്രീൻ റൈറ്റർ ബെന്നി പി നായരമ്പലം സാറിന്റെ മകളാണ് അന്ന. ശരി, എപ്പോഴാണ് വെൻ ഡിഡ് യു ആക്ച്വലി പ്ലാൻ ആൻഡ് മനസ്സിൽ എപ്പോഴാണ് ഹിറ്റ് ചെയ്തത് ഓക്കെ ഞാൻ സിനിമയിൽ ഒരു കൈ ട്രൈ ചെയ്യാൻ പോവാണ്, എനിക്കറിയാൻ പാടില്ല ഞാൻ ചെയ്യാൻ പോവാണ് എന്ന് തോന്നിയൊരു മൊമെന്റ് എപ്പോഴായിരുന്നു? ടേക്ക് us through that phase. ഞാൻ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കോളേജൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂരിലായിരുന്നു ഒരു 1 year. അത് കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നപ്പോഴാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലാൻ എന്നൊക്കെ വെച്ച് തിരിച്ചിങ്ങോട്ട് പോകുന്നതാ. വലിയ പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പം ആഷിക്കേട്ടന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റില് കാസ്റ്റിംഗ് കോൾ ഫോർ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് കണ്ടപ്പോൾ അത് കണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിലേക്ക് മെയിൽ അയച്ചതാണ്. അപ്പൊ അത് വിളിക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് വെറുതെ മെയിൽ അയച്ചു. വീട്ടിൽ പോലും പറഞ്ഞില്ല.
അത് കഴിഞ്ഞ് അവര് കോള് വന്നു, മെയിലായിട്ടൊരു പെർഫോമൻസ് വീഡിയോ അയക്കണം എന്ന് പറഞ്ഞു. അത് അയച്ചു കൊടുത്തു ഒരു 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു നേരിട്ട് വന്നൊരു ഓഡിഷൻ തരണം എന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അപ്പയൊക്കെ കുഴപ്പമില്ല, പൊയ്ക്കോ, പോയിട്ട് എന്താന്ന് വെച്ചാൽ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അവർക്കൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു, ഒന്നും കിട്ടില്ല എന്ന് ഉറപ്പ് പറഞ്ഞ് അവര് പറഞ്ഞു പൊയ്ക്കോന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. ഓഡിഷൻ കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു 4 റൗണ്ട് ഓഡിഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 വീക്സ് ഗ്യാപ്പിൽ അങ്ങനെ വിളിച്ചു. 4ാമത്തെ ഓഡിഷൻ ചെന്നപ്പോ അവര് പറഞ്ഞു കൺഫേം ആണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇതിങ്ങനെ നടന്നു എന്നുള്ള കാര്യം വീട്ടുകാർക്കൊക്കെ ഒരു ഇതായത്. അവരും വിചാരിച്ചു ഇതും വെറുതെ തമാശക്ക് എന്തോ ചെയ്യാണ്. അങ്ങനെയാണ് കുമ്പളങ്ങി നൈറ്റ്സിലേക്ക് സംഭവിക്കുന്നത്. അപ്പോ സംടൈംസ് ഡെസ്റ്റിനി വർക്ക്സ് ഇൻ എ വെരി ക്രേസി വേ. സോ ഡു യു തിങ്ക് കുമ്പളങ്ങി നൈറ്റ്സ് വാസ് മെന്റ് ടു ബി ഇൻ യുവർ ലൈഫ്? ആൻഡ് ഇപ്പൊ എനിക്ക് ഉറപ്പാണ് ആ ഓഡീഷൻ അയക്കുന്ന സമയത്ത് അന്നയുടെ തോട്ട്സും അന്നയുടെ ഒരു മൈൻഡ് സ്പേസും അല്ല അന്ന ഇപ്പൊ നിൽക്കുന്നത്. ബിക്കോസ് യു ആർ ബീങ് ഓൺഡ് ബൈ എ ലോട്ട് ഓഫ് പീപ്പിൾ, ആസ് ഇൻ യുവർ ക്യാരക്ടർ has been owned by a lot of people in Malayalam. So do you believe a lot in destiny and നടക്കാനുള്ളത് കൃത്യസമയത്ത് നടക്കും ദാസ എന്നുള്ള ഒരു? ഉറപ്പായിട്ടും. കാരണം ഇതേവരെ പ്ലാൻ ചെയ്തതിനേക്കാളും ഭംഗിയായിട്ടാണ് നമ്മള് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഡെസ്റ്റിനി ഫോർ ഷുവർ. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. ഈ ട്രൂ ലവ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയോ? ഹായ്, ഞാൻ അന്നാബെൻ. മിർച്ചി 104-ൽ ഋഷിയോടൊപ്പം. I think cinema is not new to you. വീട്ടില് there is a very established writer. Appa has given us amazing films. സിനിമ ആദ്യമായിട്ട് സിനിമയോട് എക്സ്പോസ്ഡ് ആവുന്നതോ അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെടുന്നതോ ആദ്യമായിട്ടല്ല. അന്നയ്ക്ക് എങ്ങനെയാണ് പഴയ സിനിമ മെമ്മറീസ് ഉണ്ടോ? ലൈക്ക് അപ്പയുടെ കൂടെ സെറ്റിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു വലിയൊരു സ്റ്റാറിനെ കണ്ടിട്ട് ഇങ്ങനെ സ്പീച്ച്ലെസ് ആയി നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ റീകളക്ട്? ഞാനും അമ്മയും എന്റെ അനിയത്തിയും കുഞ്ഞിലെ തുടങ്ങി, ഞാൻ ചെറുതായപ്പോ തുടങ്ങി അമ്മയായിട്ട് സെറ്റിൽ പോവും. അപ്പൊ പപ്പയുടെ വർക്ക് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റിൽ ഒട്ടുമിക്ക എല്ലാത്തിലും കൂടെ പോവായിരുന്നു. അപ്പൊ കുഞ്ഞില് ഇവരെല്ലാരും കണ്ടിട്ടുണ്ട്, എല്ലാരും പരിചയമുണ്ട്. അപ്പം മോർ ദൻ സ്റ്റാർസ് ഓർ സെലിബ്രിറ്റീസ് അവർ ഫാമിലി പോലെ ആയിരുന്നു. പപ്പ വർക്ക് ചെയ്യുന്നതും അങ്ങനെ അടുപ്പമുള്ള കുറെ പേരായിട്ടാ. അപ്പം നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് സിനിമ എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും അധികം ഇരുന്നിട്ടില്ല. പിന്നെ ബാക്ക് സൈഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് നോക്കി നിൽക്കാന്ന്. ആ സമയത്ത് അതിൻ്റെ ഉള്ള വിവരമൊന്നുമില്ല, ഭയങ്കര ചെറുതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എപ്പോഴും ഇങ്ങനെ സിനിമയോട് കുറെ കൂടി ഇൻട്രസ്റ്റ് കൂടി. കോളേജൊക്കെ ആയപ്പോഴേക്കും ആ പ്യുവർ ഗ്രൂപ്പ്സും അങ്ങനെ അതിലേക്ക് ഇൻവോൾവ് ആയിരുന്നു. ഒത്തിരി സിനിമയെ പറ്റി സംസാരിക്കും, സിനിമകൾ കാണും. അപ്പൊ അതും ഞാനും അങ്ങനെയൊക്കെ തന്നെ സ്റ്റോറി. പിന്നെ പപ്പയുടെ വർക്കിന്റെ കൂടെ പപ്പ ഇരുന്ന് എന്തെങ്കിലും ഡിസ്കഷൻ ഒക്കെ സംസാരിക്കുമ്പോൾ കഥയൊക്കെ വന്ന് ചിലപ്പോൾ വീട്ടിലൊക്കെ പറയും. അപ്പൊ ഞങ്ങളും ഇങ്ങനെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഒക്കെ പറയും. അങ്ങനത്തെ കുറെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വന്ന് പെർഫോം ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെന്റ്, ഫുള്ളി ന്യൂ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അത് ഉണ്ടായിട്ട് ശാന്തുവട്ടിന്റെ ടൈം, ഷൂട്ടിന്റെ ടൈം ഒരുപാട് എൻജോയ് ചെയ്ത ടൈമാണ്. ഞാനും വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ ലാലങ്കളുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങള് ഗോവയില് ഞങ്ങളെല്ലാ ഫാമിലിയും കൂടെ ഗോവയിൽ പോയി. ശരിക്കും ഒരു ഫാമിലി ട്രിപ്പ് പോലെ ഗോവയിൽ പോയി. അപ്പൊ അവിടെ ദിലീപ് അങ്കിളും ഭാവൻ ശശി എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാരും ഒരു എന്താ പറയാ ഫണ്ണായിരുന്നു അവിടെ. ലാലങ്കിൾ പിന്നെ അവരുടെ ഫാമിലി. അപ്പം അത് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, ബെന്നി പി നാരമ്പലം സാറിന്റെ മകളായിട്ടുള്ള അന്നാബെൻ കുമ്പളങ്ങി നൈറ്റ്സിൽ ബേബി മോളായിട്ട്, ബോബിയുടെ ഒപ്പം ബേബി മോളായിട്ട് വന്നിട്ടുള്ള അന്നാബെൻ. ട്രൂ ലവ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയോ എന്നൊക്കെ ചോദിക്കുന്ന അന്നാബെൻ. ഇപ്പൊ ആളാരാണെന്ന് മനസ്സിലായല്ലോ. Annaben is with us on the Mirchi Hot Seat. You're listening to me, Hrishi, on Kochi's Punchy Music Station, Mirchi 104. കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഒരുപാട് രസകരമായിട്ടുള്ള വിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. സംഗതി ഹോട്ടാണ്. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. ഹായ്, ഞാൻ അന്നാബെൻ. മിർച്ചി 104-ൽ ഋഷിയോടൊപ്പം കുമ്പളങ്ങി നൈറ്റ്സിന്റെ വിശേഷമായി ഞാനുണ്ടാവും. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. No, doing a film is one thing. Doing a film in which Shyam Pushkaran, Fahad Fazil, Dileesh Pothin, those names involved, അത് I think is a totally different thing. എന്തോ ഇന്ന് മലയാളത്തിൽ അവർ ചെയ്തിട്ടുള്ള സിനിമകൾക്ക് അതിൻ്റെതായിട്ടുള്ള ക്ലിയർ ഐഡന്റിറ്റി ഉണ്ട്. ശ്യാം പുഷ്കരൻ ഇസ് എ നാഷണൽ അവാർഡ് വിന്നിംഗ് സ്ക്രീൻ റൈറ്റർ. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട്. അന്ന ഓഡിഷന് കൊണ്ട് പേര് കൊടുക്കുന്നു, വിളിക്കുന്നു, സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുന്നു. വെൻ ഡിഡ് ആക്ച്വലി യു ഗെറ്റ് ടു ഡൈജസ്റ്റ് ദ ഫാക്ട് ദാറ്റ് യു ആർ വർക്കിംഗ് വിത്ത്
സച്ച് എ ബിഗ് ടീം. സത്യമായിട്ടും അത് സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പ്രോസസ് ചെയ്തു. അത്രയും നാളും അത് ഇത് ഇപ്പൊ നടക്കുവാണ് എന്നുള്ള ചിന്തയായിരുന്നു. അത് ഞാൻ എനിക്ക് അവരോടും പറഞ്ഞു തോന്നുന്നു. എനിക്ക് തോന്നണില്ല ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം അത്രയും പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അതിലേക്ക് വരുന്നത്. അപ്പം ആ ഒരു 2 months ഷൂട്ട് പ്രോസസ്സ് മൊത്തം ലേണിംഗ് ആയിരുന്നു എനിക്ക്. Day 1 തുടങ്ങി തീരുന്നവരെ ഈവൻ നൗ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവരോട് പറയുമ്പോൾ അവരാണ് എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കി തരുന്നത്. അപ്പൊ അത് ത്രൂ ഔട്ട് ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. സോ ഇപ്പോ ഇതിന്റെ അകത്ത് കുമ്പളങ്ങിയിൽ ഹിറ്റായി നടക്കുന്ന കുറെ ഡയലോഗുകളുണ്ട്, എസ്പെഷ്യലി ബേബി മോള് പറയുന്ന കുറെ ഡയലോഗുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും അന്നെ സ്വന്തമായിട്ട് എഴുതിയതുണ്ടോ അതോ എല്ലാം ശ്യാമേട്ടൻ തന്നെ തന്നതാണോ? എല്ലാം ശ്യാമേട്ടൻ തന്നെ തന്നാണ്. നമ്മളുടെ ഒരു ലാംഗ്വേജിന്റെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് പറയുന്നത് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല. അപ്പം ശ്യാമേട്ടൻ അതാ പറയുന്നത്, ഇപ്പൊ ഡയലോഗ് എഴുതിയിട്ട് എന്നെ കൊണ്ട് വായിപ്പിക്കും. ഇപ്പൊ എന്തെങ്കിലും വേർഡ് ഇപ്പൊ നമ്മൾ നാച്ചുറലി പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ആ ഒരു നമ്മുടെ സ്ലാങ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പിടിക്കാന്ന് പറഞ്ഞ് അങ്ങനെയായിരുന്നു മൊത്തം പോയത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചൊന്ന് ട്വീക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഒക്കെ ഉറപ്പായിട്ടുണ്ട് കംപ്ലീറ്റ്ലി തന്നിട്ടുണ്ട്. വി ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് അന്ന ബെൻ, നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ബേബി മൂൾ. മിർച്ചി 104 ഹൃഷിയാണ് കൂടെ. സ്റ്റേ ട്യൂൺഡ്, സംഗതി ഹോട്ടാണ്. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. മിർച്ചി 104 മിർച്ചി ഹോട്ട് സീറ്റിൽ നിന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് കുമ്പളങ്ങി നൈറ്റ്സിന്റെ വിശേഷമാണ് ഫ്രം അന്ന ബെൻ. ബോബിയുടെ ബേബി മോളായിട്ട് അഭിനയിച്ച അന്ന. ബെന്നി സാറിന്റെ കൂടെ യു മൈറ്റ് ഹാവ് ഗോൺ ടു കുറച്ച് സെറ്റുകളിൽ പോയിട്ടുണ്ട്. ലൈക്ക് യു സെഡ് ഫിലിം മേക്കിംഗ് പറയുന്ന കുറച്ച് കണ്ടിട്ടുണ്ടാവും. അതിന്നും ഈ ടീമിനോട് വർക്ക് ചെയ്തപ്പോ ഫിലിം മേക്കിങ്ങിന്റെ ഒരു ഇത് എന്തെങ്കിലും വ്യത്യാസം തോന്നി? ശരിക്കും ഒരു ടീം ആസ് എ ടീം വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസം തോന്നി? അപ്പയുടെ ടീമിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചെറുതായിരുന്നു. അപ്പൊ അത്രയും ഞാൻ ആ കാര്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ സെറ്റ് കുറെ ആൾക്കാർ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റാണ്. കമേഴ്ഷ്യൽ കുറെ പടങ്ങളുടെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് കുറെ ഉണ്ട്. ഇവര് ഒരു ഫ്രണ്ട്സ് കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ് പോലെ എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്ത് ഒരുമിച്ചിരുന്ന് പറഞ്ഞ് ഇത്തിരി കൂടി റിലാക്സ്ഡ് ആണ്. പിന്നെ എല്ലാവരും വെൽക്കമിങ് ആണ്. ഇപ്പൊ ഞാനും ഇപ്പൊ മാത്യു ഒക്കെ പുതിയ ആൾക്കാരാണ്. അപ്പൊ എന്റെ ആദ്യത്തെ തോട്ട് ഇതിൽ കേറാന്ന് പറഞ്ഞപ്പം പുതിയൊരാളെ എങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇവരുടെ ഒരു സർക്കിളിലേക്ക് ചെല്ലും എന്നുള്ളതായിരുന്നു ആദ്യത്തെ. പക്ഷെ അത് മധുവേട്ടനാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ്. മധുവേട്ടൻ എല്ലാവരെയും കംഫർട്ടബിൾ ആക്കി എല്ലാവരും റിലാക്സ്ഡ് ആക്കി സെറ്റിൽ ഇരുത്തുന്ന ഒരാളാണ്. അപ്പം മധുവായിട്ട് ഒരു ക്ലിയർ വിഷൻ ഉണ്ട് എന്താണ് വേണ്ടത്, ഇന്നത്തെ ദിവസം എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ. അതപ്പോ നമ്മളെ എത്രത്തോളം കംഫർട്ടബിൾ ആക്കാൻ പറ്റുമോ അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ഓരോ സീനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ അത്രയും ഈസി ആയിട്ട് പോകുമ്പോൾ നമുക്കും ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടത് ഇങ്ങനെ ഷൈജു ഒക്കെ ഇങ്ങനെ ഫാദിക്കേട് നോക്കിട്ട് നാരങ്ങി ആ കാര്യം പറഞ്ഞത് ഞാൻ. സോ എല്ലാരും ഭയങ്കര ഓപ്പണും ബ്ലണ്ടും ആണോ? അതെ, ഷൈജുക്ക അങ്ങനെയാണ് മെയിൻലി. ഷൈജുക്കയുടെ എന്താ പറയാ, യെസ്, ഹിസ് വർക്ക് സ്പീക്സ് മോർ ദാൻ ഹിംസെൽഫ്. ലൈക്ക് പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യം അപ്പൊ സ്പീഡായിട്ട് ഇന്ന് ഇത് എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ നമ്മളത് ആ ഒരു ഇതിലേക്ക് ഫോളോ ചെയ്ത് വരും. പിന്നെ ഡയറക്ടറിന് എന്താ വേണ്ടത് അതിന്റെ ഒരു ക്ലിയർ ഐഡിയ ഷൈജുക്കൊക്കെ ഉണ്ട്. അപ്പൊ അത് അവരുടെ പ്രോസസ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആണ്. അപ്പൊ നമ്മളും അതനുസരിച്ച് നമ്മൾ റെഡി ആയിട്ട് നിൽക്കും. പിന്നെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയും ഇത് ചെയ്ത് ശരിയായില്ല, ഒന്നും കൂടി ചെയ്യണം. അത് പിന്നെ നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്നും പറയും. അങ്ങനെ. Stay tuned. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. യേശു നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. ഞാനിപ്പോൾ അന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന ആ ഒരു ഒരുപാട് അന്നയുടെ തോട്ട്സിനെ എഫക്ട് ചെയ്തിട്ടില്ല. സംതിങ് ദാറ്റ് ഈസ് ദേർ, അങ്ങനെ നടന്നു പോയൊരു കാര്യമാണ്. അതല്ലാതെ വെൻ യു got into acting, like you started acting, കുമ്പളങ്ങിയിൽ വർക്ക് ചെയ്യുന്നു. How was the universe around you changing? അതായത് അമ്മ, you have a sister, right? I have a younger sister. അമ്മ, സിസ്റ്റർ and also friends, ഇവരൊക്കെ എന്താണ് പറഞ്ഞത്? ഓഡിഷന്റെ കാര്യം ആണ് ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് ആദ്യം പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഓഡിഷന് പോയ സമയത്ത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഹെറീന എന്ന് പറഞ്ഞത്. അപ്പൊ അവള് ഫുൾ സപ്പോർട്ടാണ് ത്രൂ ഔട്ട്. അപ്പം അമ്മ കൂടെ വന്നതിനേക്കാളും അവള് കൂടെ വന്നിട്ടുണ്ട്. ടീമാണ്. അതെ, ഓഡിഷൻ ടൈമിൽ അവള് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവള് പറയും ഇത് കിട്ടി
കഴിഞ്ഞാല് ഞങ്ങളായിരിക്കും ഏറ്റവും ഹാപ്പി എന്നൊക്കെ എപ്പോഴും പറയും. പിന്നെ അത് കഴിഞ്ഞാൽ അമ്മ അപ്പ ഇവരെല്ലാം കൂടി ഇൻവോൾവ് ആയ എല്ലാ ദിവസവും വിശേഷം ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ ആരെങ്കിലൊക്കെ വിളിക്കും. ഫ്രണ്ട്സ് ഇന്ന് എന്തായിരുന്നു, ഇന്ന് ഫാദുഖാനെ കണ്ടു, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസും. പിന്നെ അനീതിയും അതെ, എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ അവളും അമ്മയൊക്കെ ആയിട്ട് സെറ്റിൽ, അമ്മ എല്ലാ ദിവസവും സെറ്റിൽ വരും എന്റെ കൂടെ. ത്രൂ ഔട്ട് ഈ സിനിമയുടെ പ്രോസസ് അമ്മ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ അമ്മയും ക്രൂ പോലെ അമ്മയ്ക്ക് എല്ലാവരായിട്ടും ഭയങ്കര കമ്പനി ആയിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു. പിന്നെ വേൾഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ കുറെ കൂടെ ന്യൂ എഡിഷൻസ് ഉണ്ട് ഇപ്പം എന്റെ ലൈഫിൽ. മീൻസ് ഓൾ ദീസ് പീപ്പിൾ, ഇവരെല്ലാവരും പുതിയ ഫ്രണ്ട്സ് ആണ്, പുതിയ ഫാമിലിയാണ്. അപ്പം കുമ്പളങ്ങി നൈറ്റ്സ് ഒരു ഫുൾ ഫാമിലി ഉണ്ട്. അപ്പൊ അത് പുതിയൊരു കാര്യമാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ തിങ്ക് കേട്ടില്ലേ, കുമ്പളങ്ങി നൈറ്റ്സ് ഒരു ഫുൾ ഫാമിലി ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഫുൾ ഫാമിലി ആയിട്ട് തന്നെ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. സച്ച് എ ഫീൽ ഗുഡ്, സച്ച് എ ബ്യൂട്ടിഫുൾ ഫിലിം. മിർച്ചി 104 we are in conversation with Annabelle. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. Now, tell us about കുമ്പളങ്ങി. ലൈക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളും നമ്മുടെ നാട്ടിൽ എക്സ്പ്ലോർഡ് അല്ല. ഐ ജസ്റ്റ് ഫീൽ സോ. ലൈക്ക് പുറത്തുനിന്ന് ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ടാവും, പക്ഷെ നമുക്ക് ഈ മുറ്റത്തെ മുല്ലയ്ക്ക് സൗബിക്ക് അതിനകത്ത് പറയുന്ന പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ കുമ്പളങ്ങി എനിക്ക് തോന്നുന്നു കൂടുതലും ഫോറിനേഴ്സ് വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ആൾക്കാർ ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുമ്പളങ്ങി ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. വാട്ട് വാസ് ഇറ്റ് ഫോർ യു, ലൈക്ക് കുമ്പളങ്ങിയിൽ ചെല്ലുന്നതും? ഹാവ് യു ബീൻ ദർ ബിഫോർ? ആൻഡ് അവിടെ ചെന്നിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ആ കുമ്പളങ്ങി എന്നുള്ള സ്ഥലത്തിനെ കുറിച്ചും ആൾക്കാരെ കുറിച്ചുള്ള പെർസ്പെക്ടീവ് മാറിയത്? എക്സ്പ്ലോർ ചെയ്യാത്തത് നമ്മളാണ് എക്സ്പ്ലോർ ചെയ്യാതെ ഇരിക്കുന്നത്. ഒരുപാട് പേര് അവിടെ എത്തുന്നുണ്ട്. ഒരുപാട് ഇപ്പം ഇന്ത്യയിൽ നിന്നാണെങ്കിൽ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം നമ്മൾ നാട്ടിലുള്ള ആൾക്കാരാണ് അധികം അങ്ങനെ ചെല്ലാത്തതെന്ന് തോന്നുന്നു. ഞാൻ വൈപ്പിലാണ് എന്റെ വീട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുമ്പളങ്ങി അടുത്ത് തന്നെയാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അവിടെ ചെന്നപ്പോഴേക്കും ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളെല്ലാം, എവിടെ ഫ്രെയിം വെച്ചാലും അത് കാണാനുണ്ട്, അത്രയും ഭംഗിയുള്ള സ്ഥലം. അപ്പൊ അവിടെ ചെന്നപ്പോ ഞാനും ഇങ്ങനെ പറയായിരുന്നു, ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, ഈ പടം കാണാൻ അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി ഇവിടെ വരാനായിട്ട്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഇനിയും അങ്ങോട്ട് പോകണം എന്ന് തന്നെ ആഗ്രഹം. അപ്പൊ അതുപോലെ തന്നെ എല്ലാരും ഇത് പടം കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ കുറെ പേര് പടം കണ്ടിട്ട് ആ ഭംഗി കാണാൻ വേണ്ടി പോകും. നമ്മൾക്ക് എന്താ പറയാ, നേച്ചർ ഇങ്ങോട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തതാണ് കുറെ പടത്തില്. എല്ലാ ഫ്രെയിംസിലും ഇപ്പൊ സൺസെറ്റ് ആയാലും അവിടുത്തെ ഫുൾ പച്ചപ്പായാലും എല്ലാം നമുക്ക് ഇങ്ങോട്ട് ഫേവർ ചെയ്ത ഒരു സ്ഥലമാണ്. ഞങ്ങൾ ഇതിന്റെ 1 minute റിവ്യൂ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളും കുമ്പളങ്ങി പോയിട്ടൊരു കാലി ഞങ്ങളൊരു കാലി ചാടിയിട്ടാണ്. ഇറ്റ് വാസ് എ വെരി ബ്രില്യന്റ് പ്ലേസ്. ഐ മീൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനു വേണ്ടിയിട്ടാണ് ആദ്യം പോകുന്നത് കുമ്പളങ്ങിയിൽ. ഐ ന്യൂ ഇറ്റ് ഇസ് വെരി നിയർ കൊച്ചിയിൽ തന്നെ ഉള്ള ഒരു സ്ഥലം, പക്ഷെ ആദ്യമായിട്ടാണ് കുമ്പളങ്ങി പോകുന്നത്. ഓൾസോ അവിടുത്തെ ഡയലക്ട് പഠിക്കാൻ ഡിഡ് യു ടേക്ക് എ ലിറ്റിൽ എഫേർട്ട്? ഇല്ല, അവര് ഓഡിഷനിൽ തന്നെ കൊച്ചി ആക്സെന്റ് ഉള്ള ഒരാള് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വൈപ്പിനാണ് വരുന്നത്. അപ്പൊ എനിക്കത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, സിമ്പിൾ ആയിരുന്നു. ഓക്കെ. പിന്നെ ആ എഴുതാ കഥ പോലെ എന്ന് പറഞ്ഞ പാട്ടിന്റെ അകത്ത് നിയോൺ ഇതിലൊരു സംഭവം കാണിക്കുന്നുണ്ടല്ലോ, അവര് കൊണ്ടുപോയി കാണിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ശ്രീനാഥ് കൊണ്ടുപോയി കാണിക്കുന്ന സംഭവം, അത് ഡു വി ഗെറ്റ് ടു സീ ഇറ്റ് ഇൻ ആൻഡ് അറൗണ്ട് കൊച്ചി? ബയോലൂമിനസ് ആൽഗെ അത് അവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല. അന്നത്തെ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ ഉണ്ട്, ഇത് കാണാൻ പറ്റുന്ന പറഞ്ഞു. അപ്പൊ നമ്മളുടെ ഈ പരിസരങ്ങളിലുണ്ട്. കറക്റ്റ് അത് എന്തോ ഒരു ടൈം ഉണ്ട് അതിന് അത് വരുന്നത്. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. കുമ്പളങ്ങി നൈറ്റ്സ് ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ പോയി തന്നെ നല്ല സ്ക്രീനിൽ നല്ല സൗണ്ട് സിസ്റ്റത്തിൽ പോയി തന്നെ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സിനിമയാണ്, മനസ്സിൽ ഉൾക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫിലിം ഫ്രം ദ ടീം ശ്യാം പുഷ്കരൻ, മധു സി നാരായണൻ, ദിരീഷ് പൂത്തൻ, നസ്രിയ, ഫഹദ് ഫാസിൽ ആൻഡ് ഓൾ ദി ലവ്ലി ആക്ടേഴ്സ്. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. അങ്ങനെ എന്താ കുഴപ്പം? പഞ്ചാബ് ആവുകയാണ്, അടിപൊളി മൈൻഡുമാണ്. മുഖത്തിനും കാണിക്കലറിയാ. ഹായ്, ഞാൻ അന്നബെൻ. മിർച്ചി 104-ൽ ഋഷിയോടൊപ്പം ഫേസ്ബുക്കില് യു ഹാവ് റിട്ടൺ, ഇഫ് ഐ ആം നോട്ട് റോങ്, നോ റിലേഷൻഷിപ്പ് ഇൻഫോ ടു ഷോ. അതായത് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ നോ റിലേഷൻഷിപ്പ് ഇൻഫോ ടു ഷോ എന്നുള്ളതാണ് കിടക്കുന്നത്. ഇറ്റ് ഈസ് പ്രോബ്ലി ബൈ ഫേസ്ബുക്ക് ഓർ സംതിങ് ദാറ്റ് യു ഹാവ് റിട്ടൺ, ഐ ഡോണ്ട് നോ. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഇസ് ബോബി യുവർ ഫസ്റ്റ് എവർ ഡേറ്റ്? Bobby my date? I didn't date Bobby. Baby dated Bobby. Yes. Okay, അതാ ഞാൻ ചോദിച്ചത്. ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ആയിട്ട് ഒരു ഡേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബോബി തന്നെയാണോ? അല്ല. പക്ഷെ ഫേസ്ബുക്കിന്റെ കാര്യം ഞാൻ പോലും ഓർക്കുന്ന പോലില്ല, കാരണം ഞാൻ ഫേസ്ബുക്കിൽ അത്ര ആക്റ്റീവ് അല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ വല്ല പഠിച്ചപ്പോഴേക്കും ഞാൻ അങ്ങനെ പോയിട്ട്. അപ്പൊ എന്തായാലും എന്റെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടി. ഫസ്റ്റ് ഡേറ്റ് അല്ല. ഓക്കെ, ടെൽ us about ഷെയ്ൻ നിഗം. എനിക്ക് തോന്നിയത് ഐ വാസ് വെരി ഹാപ്പി ടു സീ ഹിം സ്മൈൽ ബിക്കോസ് പറവ, കിസ്മത്ത്, ഈട
അയ്യോ ഷെയ്ൻ ഇത്രയും ദുഃഖമുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ കിട്ടുള്ളൂ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഭയങ്കര എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് ഷെയ്നിന്റെ റിയാക്ഷൻസ് കണ്ടപ്പോൾ ഇത് കഥകളി ആ സാധനമൊക്കെ ചോദിക്കുമ്പോ ശരിക്കും ഷെയ്ൻ അങ്ങനെ തന്നെയാണോ? ശരിക്കും ഷെയ്ൻ അങ്ങനെ തന്നെയാണ്. ഷെയ്ൻ സെറ്റിലുള്ള ഏറ്റവും എനർജി ഉള്ള ഒരാള് ഷെയ്നാണ്. ഷെയ്ൻ വന്ന് തുടങ്ങി നമുക്ക് ഷെയ്ൻ ഒരു സ്പീക്കർ ഉണ്ടാവും എപ്പോഴും. ബോബിക്ക് ഉള്ള പോലെ തന്നെ ഷെയ്ൻ ഒരു സ്പീക്കർ ഉണ്ട്. ഫുൾ ടൈം പാട്ടാണ്. ഷെയ്ൻ എവിടെയുണ്ടോ ആ പാട്ട് ശ്രദ്ധിച്ച് നമുക്ക് അറിയാം ഷെയ്ൻ എവിടെ ഉണ്ടെന്ന്. അതേപോലെ തന്നെ ഫുൾ ടൈം ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാളാണ്. എന്നിട്ടാണ് ഇത്രയും ശോകം കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹൗ വാസ് യുവർ ഏറ്റവും കൂടുതൽ സീക്വൻസസ് ഇഫ് ഐ ആം നോട്ട് റോങ് ഇസ് വിത്ത് ഹിം, റൈറ്റ്? സോ എന്താണ് ഡിഡ് യു ഗെറ്റ് ടു ഡിസ്കസ് എ ലോട്ട് അബൌട്ട് ഹിസ് ഫിലിംസ്, അല്ലെങ്കിൽ നിങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിച്ചോ അതോ ഇറ്റ് വാസ് ജസ്റ്റ് ചുമ്മാ ബോണ്ടിങ്, ചുമ്മാ അടിച്ചുപൊളി അങ്ങനെയായിരുന്നു? ഞങ്ങള് ഫുൾ അടിച്ചുപൊളിയായിരുന്നു. ഫുൾ ഓൺ ട്രിപ്പിംഗ് നേച്ചറിലായിരുന്നു. എല്ലാവരും സെറ്റിലുള്ള എല്ലാവരും, ഞങ്ങള് മാത്രല്ല, ഇപ്പൊ ഞങ്ങളൊരു ഫ്രെയിമില് പെട്ടെന്ന് ഈ നേച്ചറൊക്കെ കണ്ടിട്ട് ബാക്കി എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കും, എന്ത് ഭംഗി ഇവിടെ കാണാന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു മൂഡായിരുന്നു എല്ലാവർക്കും. അപ്പം ഷെയ്ൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഷെയ്ൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ സെറ്റിൽ വെച്ച ഷെയ്നെ പരിചയപ്പെട്ടു. അപ്പൊ ഞാനും ആദ്യം വിചാരിച്ചു അത്രയും അധികം മിണ്ടുന്നില്ല എന്നൊക്കെ വെച്ചു. പക്ഷെ സെക്കൻഡ് ഡേ ഓഫ് ഷൂട്ട് തുടങ്ങി നമുക്ക് മനസ്സിലായി ആള് ഭയങ്കര ആക്റ്റീവ് ആണെന്ന്. എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ എന്റെ അമ്മയുടെ അടുത്തൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു. ഫുൾ ഭയങ്കര കമ്പനിയാണ്. അത് തന്നെ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടൊരു സ്പേസും ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു കംഫർട്ടബിൾ സ്പേസ് ആയിരുന്നു. അപ്പോൾ ആ വർക്ക്ഔട്ട് ആയ കെമിസ്ട്രി കാണാൻ വേണ്ടിയിട്ട് പ്ലീസ് ഡു ടേക്ക് എ ടിക്കറ്റ് ആൻഡ് വാച്ച് ഇറ്റ്. എനിക്ക് തോന്നുന്നു 1, 2, 3 തവണ കണ്ടവരുണ്ട്. ഞാൻ 2 തവണ സിനിമ കണ്ടു. ഒരു വട്ടമെങ്കിലും എക്സ്ട്രാ നമുക്ക് കാണാൻ തോന്നും കുംബ്ലങ്കി നൈറ്റ്സ്. മിർച്ചി 104 ഹൃഷിയാണ് കൂടെ. ഹോട്ട് സീറ്റിൽ നിന്ന് എന്റെ കൂടെ അന്ന ബെൻ ആണ്. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. അയാളുടെ പേര് ഷമ്മി. ഷമ്മിയ? ഞാൻ പറമ്പിലേക്ക് ബോഡിച്ചാളെ ഓണം വിളിച്ച് കളി തീർത്തിക്കും പാട്ടാ. വേറെ പറമ്പില്ലാത്തോണ്ടല്ലേ? ആ ടക്കുള്ള ഡയലോഗ് ഓടിയൊക്കെ കുറവുണ്ട് കഴിഞ്ഞു. ആള് ഭയങ്കര സീരിയസ് ആണ്. എന്ത് അന്നും കാര്യാക്കണ്ട, നമുക്ക് കയറി കളിക്കാം. അതല്ലടാ, ആളത്ര വെടിപ്പല്ല, ഇച്ചിരി വശം കാണും. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഷമ്മി, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഷമ്മി, വളരെ പെക്യൂലിയർ ആൻഡ് വിയർഡ് ആയിട്ടുള്ളൊരു ഷമ്മി. ഇനി ടെൽ us about the man ഫഹദിക്ക. ഹൗ ഡിഡ് യു പുൾ ഓഫ് ദാറ്റ് സീൻ? എനിക്കത് അറിയണം. എന്താണ് ആ ലാസ്റ്റ് 10 മിനിറ്റിൽ? ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സിനിമ കണ്ടപ്പോൾ ഈ ലാസ്റ്റ് 15 മിനിറ്റ്സിൽ എന്താണ് ഈ സിനിമയിൽ സംഭവിക്കുന്നത്? ഹൗ ഡിഡ് യു ഡു ദാറ്റ്? ഐ മീൻ ഒരു പ്രോപ്പർ ബ്രീഫിംഗ് കിട്ടിയിരുന്നു ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു ബി ദ സീൻ, എല്ലാവരുടെ റിയാക്ഷൻ ഇങ്ങനെ ആയിരിക്കണം, ഡയലോഗ് ഇങ്ങനെ ആയിരിക്കണം. ആൻഡ് ദെൻ ഫഹദിക്ക ചെയ്യുന്ന ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെൻ ഐ മെറ്റ് യു, സിമിയും ബേബിയും റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓഡിയൻസും അതിലൂടെ കടന്നു പോവാണ്. യൂഷ്വലി ചില സമയത്ത് നമുക്ക് ഓഡിയൻസ് മൈറ്റ് ബി എ പോയിന്റ് അഹെഡ്, ക്യാരക്ടേഴ്സ് അറിയുന്നുണ്ടാവുള്ളൂ. ഇത് അങ്ങനെയല്ല, ഇത് എല്ലാവരും ഒരുമിച്ചാണ് ഇത് എക്സ്പ്ലോർ ചെയ്ത് കാണുന്നത്. ഈശ്വര ഇത് എന്താണ് സംഭവം എന്നുള്ളത്. ടെൽ മീ അബൌട്ട് ഇറ്റ്. ഫഹദിക്കായിട്ടൊരു കോമ്പിനേഷൻ ഉള്ള കാര്യം എനിക്ക് പാതിയായപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരും, പക്ഷെ അത് എന്താണെന്നുള്ള ഒന്നും അവരാരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ ടെൻഷൻ അടിക്കേണ്ടെന്ന് ഓർത്തിട്ടായിരിക്കും, കാരണം അത്രയും പിവറ്റലായിട്ടുള്ളൊരു സീൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി എന്റെ കയ്യിൽ നിന്ന് പോയാലോന്ന് ഓർത്തിട്ട് അവരൊന്നും പറഞ്ഞിട്ടായിരുന്നു. പിന്നെ മധുവേട്ടനും ശ്യാമേട്ടനും വർക്ക് ചെയ്യണതും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് നമുക്ക് ബ്രീഫ് ചെയ്ത് തരും. അപ്പൊ നമ്മുടെ മൈൻഡിൽ അത് മാത്രമായിരിക്കും. അപ്പൊ നമ്മുടെ ഫോക്കസ് മൊത്തം അതില്ല. അപ്പൊ ഇത് ലേറ്റ് നൈറ്റ് ആയിരുന്നു ഇതിന്റെ ഷൂട്ട്. കുമ്പളങ്ങിയുടെ മോസ്റ്റ്ലി ഷൂട്ട് എല്ലാം വൈകിട്ട് 6 മണി തുടങ്ങി വെളുപ്പിന് 6 മണി വരെയായിരുന്നു ഷൂട്ട്. ഞാൻ ദില്ലി ചേട്ടന്റെ ഒരു ടിപ്പ് കണ്ടിരുന്നു യൂട്യൂബിൽ. നമുക്ക് ഒരുപാട് രാത്രി ഷൂട്ടുള്ളതുകൊണ്ട് എല്ലാരും ഉറക്കൊക്കെ വരേണ്ടതാണ്. ഞങ്ങള് കോഫിയൊക്കെ കുടിച്ച് എസ്പ്രസോ ഒക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കുവായിരുന്നു വെളുപ്പിന് 6 മണി വരെയൊക്കെ നിൽക്കാനായിട്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്കായിരുന്നു ഈ ഒരു സീനിന്റെ ഷൂട്ട്. അപ്പൊ വൈകിട്ടായപ്പോഴേക്കും ശ്യാമേണ്ണ ഇരുത്തി ഡയലോഗൊക്കെ പറഞ്ഞു തന്നു, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ബേബിയുടെ ഫീലിങ്സ് ഇങ്ങനെയാണ്, ഇപ്പം ഈ മീറ്ററിലിരിക്കും, ടെൻഷനാണോ അല്ലെങ്കിൽ സങ്കടമാണോ ദേഷ്യമാണോ എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു ഇതാവുമ്പോൾ നമുക്ക് മനസ്സിലാവും. മധുവേട്ടനും അങ്ങനെ ഒന്ന് പറഞ്ഞൊക്കെ തന്നു. പിന്നെ ഫാദുക്ക വന്നു, ഫാദുക്കനെ സെറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഹായ് ബായ് ഒക്കെ പറഞ്ഞ് കമ്പനി ആയിട്ടുള്ള ഒരാളാ. അപ്പം ഈ ഒരു ക്യാരക്ടറിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ആവുമ്പോഴേക്കും ഫസ്റ്റ് നമ്മളിങ്ങനെ ആദ്യം ബ്ലാങ്ക് ആവും, ഓ ദൈവം ഇതെങ്ങനെ ചെയ്യുന്നുള്ളൊരിത്. പക്ഷെ ബേബി ആയിട്ട് നമ്മൾ അവിടെ നിൽക്കുമ്പം ആ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മളെ ക്യാരക്ടറിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കത് വലിയ പ്രശ്നമില്ല. ആ സീൻ അങ്ങനെ അത് ചെയ്തങ്ങനെ പോയി. ഇപ്പം ഫഹദിക്ക് അത്രയും റിയൽ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് പറയുമ്പോഴേക്കും അത്രയും നല്ലോണം നമുക്കും അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് പക്ഷെ എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ദ സിനിമ ഞാൻ ഏറ്റവും സ്പെഷ്യലായിട്ട് ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു സീനാണ്, അത് ഫഹദിക്കയുടെ കൂടെ ചെയ്ത ഒരു സീനാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് എ വെരി ബ്രില്യന്റ്ലി റിട്ടൺ സീക്വൻസ് ആസ് വെൽ. കാരണം ആ സീനിലേക്ക് എല്ലാവരും വന്ന് കൾമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾ ക്യാരക്ടേഴ്സ് ആർ കമ്മിങ് ഇൻടു ഇറ്റ്, ലൈക്ക് എവറി സിംഗിൾ പേഴ്സൺ. ആ 4 ബ്രദേഴ്സും അതിന്റെ അകത്ത് വരുന്നുണ്ട്. ദെൻ യു ആർ ദെയർ, ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, ഫഹദിക്കയുണ്ട്. സോ
ഭയങ്കര ബ്രില്യൻ്റ് ഒരു സീനാണ്. ആൻഡ് എനിക്കറിയില്ല, ഞാൻ ദ ഹോൾ ടീമിനുള്ള ഒരു വലിയ അപ്ലോസ് ഞങ്ങൾ ഇവിടെ എടുത്ത് തരുവാണ്, അതവിടെ കൊണ്ട് ഏൽപ്പിച്ചോണം. ഓക്കെ. ഇപ്പൊ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ഷമ്മിയെ പോലെ ഒരാൾ എവിടെയെങ്കിലും കഥയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരാള് ഉണ്ട്, അല്ലെങ്കിൽ മീറ്റ് ചെയ്തിട്ടുണ്ടോ? ശ്യാമേട്ടൻ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു ഷമ്മി ശ്യാമേട്ടനാണ്. അതിന്റെ ഒരു സത്യാവസ്ഥ. അത് ഉദ്ദേശിച്ചത് എല്ലാരിലും ഒരു ഷമ്മി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ത്രൂ ആൻഡ് ത്രൂ അങ്ങനെ ടോട്ടലി ആയിരിക്കില്ലെന്നാ, പക്ഷെ എന്നാലും ആ എലമെന്റ് എല്ലാവരുടെയിലും ഉണ്ട്. അപ്പൊ നമ്മള് ചുറ്റുപാട് കണ്ടുവരുന്ന എല്ലാവരുടെയിലും കുറച്ച് ഷമ്മിയുടെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടെന്നാ തോന്നുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മള് കാണുന്ന എല്ലായിടത്തും ഉണ്ട്. Okay. And out of the film, if you had to deal Shammi again, like Anna had to deal Shammi again, what is the best possible way to deal him? Definitely be baby. Because അത് ഒരുപാട് നമുക്ക് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ബേബിയുടെ. അപ്പം ബേബിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ പറയുള്ളൂ. അതെ അതെ, ഉറപ്പായിട്ടും. കയ്യിലൊരു വലയം വെച്ചേക്കാം അവസാനം. ഫ്രാങ്കിനെ വിളിക്കേണ്ടി വരും. യെസ്. അപ്പൊ ഫഹദിക്കയുടെ വിശേഷങ്ങളാണ് നമ്മൾ അന്ന ബെന്നിന്റെ അടുത്ത് നിന്ന് കേട്ടത്. നേരെ ഓപ്പോസിറ്റ് നിന്ന് അഭിനയിച്ചൊരു കക്ഷി ആയതുകൊണ്ട് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാമല്ലോ. മിർച്ചി 104 ഹോട്ട് സീറ്റിൽ കുമ്പളങ്ങി നൈറ്റ്സിന്റെ വിശേഷങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. ഈ ട്രൂ ലവ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയോ? ഈ ട്രൂ ലവ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയെന്ന് തോന്നുന്നുണ്ടോ? വാട്ട് ഈസ് യുവർ അന്നാസ് ടേക്ക് ഓൺ ഇറ്റ്? നമുക്ക് ബേബീസ് ടേക്ക് അറിയാം, ബട്ട് വാട്ട് ഈസ് അന്നാസ് ടേക്ക് ഓൺ ട്രൂ ലവ് ആൻഡ് വാട്ട് ഡസ് ട്രൂ ലവ് മീൻ ടു യു? ട്രൂ ലവ് ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നത്. ട്രൂ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകണ്ടീഷണലി നമ്മൾ മനസ്സുകൊണ്ട് എന്തിനെയാ സ്നേഹിക്കുന്നത്, അതാണ് ട്രൂ ലവ്. ഇപ്പൊ എനിക്ക് ഫാമിലി ട്രൂ ലവ് ആണ്. ഇപ്പൊ ഞാൻ ഈ ചെയ്ത സിനിമ, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും 100% അതിൽ ഇട്ട് ചെയ്യാന്നുള്ളത്, അത് തന്നെ ട്രൂ ലവ്. ട്രൂ ലവ്. അതേപോലെ തന്നെ മിർച്ചിലിരുന്ന് ചെയ്യുന്ന ഇന്റർവ്യൂ ട്രൂ ലവ് ആണ്. ഓക്കെ. ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഏതെങ്കിലും ഊളകളെ പ്രണയിച്ചിട്ട് അവരോട് ഇതുപോലെ പറഞ്ഞ് ഉപദേശിക്കേണ്ടൊക്കെ വന്നിട്ടുണ്ടോ? ട്രൂ ലവ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ എന്താണ് മേ? ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഒന്ന്, ഇതുവരെ ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒന്ന്, ഇതുവരെ ഞാൻ ഊളകളെ ഒന്നും പ്രേമിച്ചിട്ടില്ല. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണത്? ഇതുവരെ ആരുടെ അടുത്ത് പോയിട്ട് പറയേണ്ടി വന്നിട്ടില്ല. ഓക്കെ. അന്നാസ് പെർസ്പെക്ടീവില് ഔട്ട് ഓഫ് ഫാഷൻ ആയി എന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? എന്റെ അമ്മേ, ഔട്ട് ഓഫ് ഫാഷൻ ആയതോ? ഐ മീൻ ഫാഷൻ എന്നുള്ള ഒരു കാര്യം തന്നെ എല്ലാം പേഴ്സണൽ ചോയ്സ് അല്ലേ. ഇപ്പൊ നമ്മളുടെ സ്റ്റൈലാണല്ലോ നമ്മളുടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് കാര്യങ്ങൾ കിട്ടണില്ല അല്ലേ? കിട്ടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു. നൈസായിട്ട് അതിനെ ചുറ്റിപ്പറ്റിയൊക്കെ സംസാരിക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ന is with us on the മിർച്ചി hot seat. Stay tuned. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. ബേബി മോളായിട്ട് കുമ്പളങ്ങി നൈറ്റ്സിൽ അടിച്ച് കസറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അന്നക്കുട്ടിയാണ് മിർച്ചി 104 ഹോട്ട് സീറ്റിലുള്ളത്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന 1-2 ക്വസ്റ്റ്യൻസ്, അത് പ്രോബ്ലി ഇറ്റ് വിൽ ഹാവ് ജസ്റ്റ് 1 word ആൻസേഴ്സ് ഓർ സംതിങ് കേട്ടോ. ജസ്റ്റ് ഒരുപാട് ചിന്തിക്കണ്ട. ലൈക്ക് ഐ സെഡ്, സിനിമയ്ക്കകത്ത് ഒരു ക്യാമറ ക്ലിക്ക് കാരണം നിന്ന് പോകുന്ന ഒരു കിസ് ഉണ്ട്. അതുപോലെ തന്നെ ഇസ് ദർ എനിത്തിങ് ദാറ്റ് സ്റ്റോപ്ഡ് യു ഫ്രം ഫോളോയിങ് യുവർ ഹാർട്ട് ഇതുവരെ? So far I wouldn't say I've completely stopped. പക്ഷെ ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്ന ആക്ടിങ് ആയിരുന്നു. അതിപ്പം അത് മാറി. അതെ, മാറി എന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട് അതിൽ വന്ന് ലാൻഡ് ചെയ്തു. So you have always wanted to try your hand at acting? I always liked it. പക്ഷെ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇത് ചെയ്യാൻ പറ്റുമോ, ഇത് എങ്ങനെ വരും എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഓഡിഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ എനിക്ക് മനസ്സിലായത് ഈ അടുത്താണ്. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊന്നും ഈ ഓഡിഷന്റെ കാര്യമൊന്നും അറിയത്തോടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അതാണ്. You have been in front of the camera and behind the camera. ആക്ടിങ് അല്ലാതെ ഇപ്പൊ ഇത്രയും കണ്ടതിൽ ഷൈജു ഖാലിദ് എന്ന സിനിമാറ്റോഗ്രാഫറിനെ കണ്ടു, മധുസി നാരായണൻ, ഫഹദ് ഫാസിൽ, ദിലീഷ് പൂത്തൻ, ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്. Is there any craft that you would try your hand at? It's too soon to say. പക്ഷെ എനിക്ക് റൈറ്റിംഗ് ഇഷ്ടമാണ്. റൈറ്റിംഗ്, സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പപ്പ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സ്കൂളിലൊക്കെ ഇത്തിരിയൊക്കെ എഴുതുമായിരുന്നു, പക്ഷെ ധൈര്യമില്ല. ഇപ്പോഴും വലിയ ധൈര്യമൊന്നുമില്ല. ഓക്കെ. അപ്പൊ കുറച്ച് ഹെസിറ്റേഷൻസ് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മാറ്റി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇപ്പൊ ആക്ടിങ് ഇപ്പം നല്ല രീതിയിൽ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ. ഇഫ് യു ആർ അറ്റ് കുമ്പളങ്ങി, വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് ദാറ്റ് യു ഷുഡ് ഡെഫിനറ്റ്ലി ആസ്ക് ഫോർ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്തായിരിക്കും? വാട്ട് വിൽ ബി ദാറ്റ് വൺ തിങ് ദാറ്റ് അന്ന വുഡ് ആസ്ക് ഫോർ? I would definitely ask for a sunset. I would just sit there, watch the sunset and come back for sure. Okay, എനിക്ക് തോന്നുന്നു അവിടെ സൺസെറ്റ് കാണാൻ മാത്രം ഒരുപാട്
കിഡിലൻ സ്പോട്ട്സ് ഉണ്ടല്ലേ? ഒരുപാട് നല്ല സ്പോട്ട് ഉണ്ട്. ഇപ്പൊ ആ കണ്ടൽക്കാടില് ഞങ്ങളെ ആ ഒരു വഞ്ചിയിട്ടുള്ള ആ ഒരു സ്പേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അവിടെ ഇരിക്കാൻ ഒത്തിരി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ ഒരു വഞ്ചിയിൽ ഇരുന്ന് നമ്മളൊരു സൺസെറ്റ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ലൈഫ് സെറ്റ്. ഓക്കെ. ഹായ്, ഞാൻ അന്നാബെൻ. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. എന്ത് ട്രാക്കാള് എടുത്ത് മാറ്റാൻ പറടാ. പോലീസുകാരത്തെ ട്രാക്ക് മാറ്റി. And we are in conversation with the lovely baby mole from കുമ്പളങ്ങി നൈറ്റ്സ്. അന്ന ബെന്നാണ് ഇന്ന് എൻ്റെ കൂടെ മിർച്ചി ഹോട്ട് സീറ്റിലുള്ളത്. അന്ന, വാലന്റൈൻസ് വീക്ക് ആണ്, സോ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ എനിക്ക് വിടാൻ പറ്റില്ല. ഇറ്റ്സ് എ വാലന്റൈൻ ടൈം വിത്ത് അന്ന. ഓക്കെ, അങ്ങനെ പറയാം നമുക്ക്. റെഡി? യുവർ ഫസ്റ്റ് എവർ ക്രഷ് ഹാപ്പൻഡ് അറ്റ് ദി ഏജ് ഓഫ് ഡാഷ്. ഏജ് ഓഫ് എനിക്ക് തോന്നുന്നു 14 school time. Okay. Second question is yes or no. You have had more failed kiss attempts than successful kiss attempts. No. Okay. മൂന്നാമത്തേത്, അന്നയുടെ കഥ ബയോപിക് ആക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈറ്റിൽസ് വുഡ് യു ചൂസ്? ഓക്കെ. 1, നിന്നെയും കൊല്ലും ഞാനും ചാവും. 2, മുക്കുവനെ സ്നേഹിച്ച ഭൂതം. 3, ഇതൊക്കെ ഉള്ള സിനിമകളാ. അതെനിക്ക് മനസ്സിലായി. 3ാമത്തേത് ഊളയെ പ്രേമിച്ച പെൺകുട്ടി. ഓഫ്കോഴ്സ് ഊളയെ പ്രേമിച്ച പെൺകുട്ടി. ഐ പ്രിഫർ ദാറ്റ്. അന്നയുടെയാണ്, ബേബിയുടെ അല്ല ഞാൻ ചോദിച്ചത്. എനിക്കത് പേഴ്സണലി ഇഷ്ടമാണ്. പേഴ്സണലി വളരെ ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ 3 ഡയലോഗ്സ് പറയാം. വിച്ച് ഡയലോഗ് വിൽ സ്യൂട്ട് അന്ന ദി ബെസ്റ്റ്? ഓക്കെ. ഫസ്റ്റ് വൺ, ഇവൾ നമ്മളെക്കാളും തറയാടാ. അതൊന്ന്. 2ാമത്തേത്, ഇത്തിരി മുൻകോപം, കുറച്ച് അസൂയ, നല്ല വിവരക്കേടുണ്ടെങ്കിലും ആള് വളരെ പാവാണ്. ഇത് 2ാമത്തേത്. 3ാമത്തേത്, വട്ടാണല്ലേ. 3ാമത്തേത് വട്ടാണല്ലേ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അഭ്യൂഹങ്ങളുണ്ട്, ഞാൻ ഇങ്ങനെ സ്ഥിരീകരിച്ചു വരുന്നു. അതെ. But then Anna is a very fun loving person is what I understand. വട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കും നമുക്കും നല്ല വട്ട്, അടിപൊളി വട്ട്. ഓക്കെ. ഇനി ലവ് ഇൻട്രസ്റ്റിന് കൊടുത്ത ഒരു ഫസ്റ്റ് ഗിഫ്റ്റ് എന്താന്ന് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. I know you have the answer inside you. Tell me. Just trying to figure out. കാർഡാന്ന് തോന്നുന്നു. Card. I think everyone starts with a card. Yeah. Okay. ആ സമയത്ത് കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? Okay. How long can you wait patiently for your crush to reply after seeing a blue tick next to your message? Are you really patient? First of all, I wouldn't text my crush. I'll wait, I think. എനിക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. Okay. What would you do with the crush? Wait for him to text me. Okay. അത് നല്ലൊരു പരിപാടിയാണ്. Okay. One romantic movie close to your love life. Close to my heart. കുറച്ച് Eternal Sunshine of My Spotless Mind. Jim Carreyയുടെ സിനിമ. Okay. What if your crush comes and says, എനിക്ക് തന്റെ കൂട്ടുകാരി ഇഷ്ടമാണ്? ഒരു എക്സ്പ്രഷനോ ഒരു ഡയലോഗോ മതി. തിരിച്ച് ഓക്കെ, പൊളിച്ച്. മിർച്ചി 104 സംഗതി ഹോട്ടാണ്. ലവ്ലി ഫിലിം. എനിക്ക് അതാണ് കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടിറങ്ങിയ ഉടനെ തന്നെ മനസ്സിൽ തോന്നിയൊരു കാര്യം. ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫിലിം. 1, 2, 3 പ്രാവശ്യം കാണാൻ പറ്റുന്ന ഒരു കിഡിലൻ സിനിമ ദാറ്റ് വിൽ സ്റ്റേ ക്ലോസ് ടു അവർ ഹാർട്ട്. കുമ്പളങ്ങി നൈറ്റ്സിന്റെ വിശേഷങ്ങളാണ് ഇത്ര നേരം മിർച്ചി ഹോട്ട് സീറ്റിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന ബെന്നാണ്. പ്രശസ്ത സ്ക്രീൻ റൈറ്റർ ബെന്നി പി നായരമ്പലം സാറിന്റെ മകളാണ്. ആൻഡ് ഈ സിനിമയ്ക്കകത്ത് ബോബി, ഷെയ്ൻ നിഗം ചെയ്തിരിക്കുന്ന ബോബി എന്നുള്ള ക്യാരക്ടറിന്റെ പേരായിട്ട് ബേബി മോളായിട്ട്, യേശു നമുക്കറിയാത്ത ആളെന്നുള്ളല്ലോ എന്നൊക്കെ വളരെ ചില്ലായിട്ട് ചോദിക്കുന്ന ബേബി മോൾ എന്ന കഥാപാത്രം ചെയ്ത അന്നയാണ് ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അന്നയുടെ പോർഷൻസ് ആണ് കൂടുതൽ മേജറായിട്ട് അന്ന കണ്ടത്, ഷൂട്ട് ചെയ്തിട്ട്. അതിനുശേഷം ബാക്കി സിനിമയിൽ തന്നെയാണ് കാണുന്നത് ഞങ്ങളുടെ. അപ്പോ ആസ് എ വ്യൂവർ, ലൈക്ക് ഓഫ് കോഴ്സ് യു ആർ പാർട്ട് ഓഫ് ദിസ് ഫിലിം, യു നോ ദ ഫിലിം. അതല്ലാതെ അന്ന ആദ്യം നമ്മൾ അന്ന് പറഞ്ഞ വരാപ്പുഴ തിയേറ്ററിൽ പോയി സിനിമ കണ്ടപ്പോ അന്നയ്ക്ക് കുമ്പളങ്ങി നൈറ്റ്സിനെ കുറിച്ച് ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? 3 കാര്യങ്ങൾ. എനിക്ക് സജി എന്നുള്ള ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമായി. ഞാൻ തിയേറ്ററിലിരുന്ന് റിലീസിന്റെ ദിവസമാണ് ആദ്യമായിട്ട് പടം കാണുന്നത് മൊത്തത്തില്, എന്റെ പോർഷൻ അല്ലാത്ത ഭാഗങ്ങളൊക്കെ. അപ്പൊ സജി എന്നുള്ള ക്യാരക്ടറിനെ എല്ലാവരും പറഞ്ഞ് സംസാരിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. സജീനെ കോമ്പിനേഷൻ അധികം ഇല്ലല്ലേ? ഒട്ടുമില്ല. സൗബിക്കായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല പടത്തില്. അത് ഞാൻ ശരിക്കും മിസ് ചെയ്തു. കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് സജി എന്നുള്ളത്. സിനിമ കഴിഞ്ഞിട്ടും ഏറ്റവും കൂടുതൽ കൂടെ പോകുന്ന ഒരു ക്യാരക്ടറാണ് സജി. അതൊരു കാര്യം. പിന്നെ കുമ്പളങ്ങി എന്നുള്ള സ്ഥലം ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇപ്പോഴും പോയ ഒരു ഹാൻഡ്ഫുൾ ഓഫ് മെമ്മറീസ് ഇപ്പൊ ഉണ്ട് തിരിച്ചു പോവാനായിട്ട്. രണ്ടാമത്തെ കാര്യം,
പിന്നെ ബേബി ആൻഡ് ബോബി ഉറപ്പായിട്ടും. ഞാൻ പറയാൻ വരുമായിരുന്നു ബിക്കോസ് എന്റെ മനസ്സിൽ നിൽക്കുന്ന ഉയരിൽ തൊടുന്നുള്ള ആ പാട്ടും ഐ മീൻ അതൊരു ഭാഗ്യമല്ലേ, ലൈക്ക് യുവർ ഫസ്റ്റ് ഫിലിം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ്ങില് വിഷ്വൽസ് വരാന്ന് പറയുന്നത്. സുഷിനാണ് ഫുൾ താങ്ക്സ്. ഞാൻ സുഷിനോട് പറയുകയും ചെയ്തു, ഓരോ സോങ് ഇറങ്ങുമ്പോഴും ഞാൻ പറയും സുഷിന്റെ അടുത്ത് എനിക്ക് ഇതാണ് എന്റെ ഫേവറേറ്റ് സോങ്. പക്ഷെ ഇപ്പം 4 പാട്ടും അതിലുള്ളത് 4 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉയർത്തോടും സ്പെഷ്യലി ഒരു സോഫ്റ്റ് കോർണർ കുറച്ച് അധികം ഉണ്ട്. വെൽക്കം ടു ദി മലയാളം ഇൻഡസ്ട്രി ഒഫീഷ്യലി ഫ്രം റേഡിയോ മിർച്ചി ഓൾസോ. അന്ന, ഇറ്റ് ഈസ് ആൻ അമേസിംഗ് ഫിലിം, അതിലൊരു സംശയമില്ല. എനിക്കൊരു ചാൻസ് കിട്ടി ഞാൻ ഇനി ആ സിനിമ കാണും. ഐ വുഡ് റെഫർ ദാറ്റ് ഫിലിം ടു തീർച്ചയായും. അന്ന ഓൾറെഡി 4 വട്ടം കാണാൻ പോകുന്നു. 4ാമത്തെ വട്ടം കാണാൻ പോകുന്നു. എന്നോട് ശ്യാമേട്ടൻ പറഞ്ഞ കാര്യം, അഭിനയിച്ച പടം എത്ര വട്ടം വന്ന് പോയി കാണാൻ ഒരു കുഴപ്പമില്ല, വീണ്ടും 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 പോയി കാണണം, എന്തായാലും പോയി കാണാം. യെസ്, അപ്പോ കേരള is loving it absolutely. Kerala is loving Kumbhalangi Nights absolutely. Thank you for being in it and thank you for being on Mirchi 104. Thank you so much. ഇവിടെ വന്നതിൽ ഭയങ്കര സന്തോഷം. എന്റെ ഫസ്റ്റ് റേഡിയോ പ്രോഗ്രാമാണ്. ഒരുപാട് ഫൺ, ഒരുപാട് ഹാപ്പി. So that's it. You are listening to Mirchi 104, Kochi's punchy music station. Stay tuned. Sangathi hot ആണ്.